കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നും വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. ഒരു ദമ്പതികൾ മരണപ്പെട്ട വാർത്ത. തന്റെ ഭാര്യ മരണപ്പെടുന്നു. മരണപ്പെട്ട തന്റെ ഭാര്യയുടെ മയ്യിത്ത് നിസ്കാരത്തിന് തൊട്ടു മുമ്പ് ഭർത്താവും മരണപ്പെട്ടു പോകുന്നു. മലപ്പുറത്താണ് ആരെയും സങ്കടപ്പെടുത്തുന്ന വളരെയധികം വേദനാജനകമായ ഈ ഒരു സംഭവം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചയോടുകൂടിയാണ് 62 വയസ്സ് പ്രായമുള്ള റംല എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടത്. മരണപ്പെട്ട ആ സഹോദരിയെ ഖബറടക്കം ചെയ്യാനായിട്ട് ചൊവ്വാഴ്ച രാവിലെ 10:30 മണിയോടുകൂടി കൂട്ടിൽ ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിനായി എല്ലാവരും എത്തുന്നു. റംലയുടെ ഭർത്താവായ 76 വയസ്സ് പ്രായമുള്ള മൊയ്തീൻ സാഹിബും അവിടെ എത്തി. കൂടെ മകൻ സാലിമും ഉണ്ടായിരുന്നു. എല്ലാവരും പള്ളിയിൽ കയറിക്കഴിഞ്ഞ് നിസ്കാരം ആരംഭിക്കാനിരിക്കെ മരണപ്പെട്ടുപോയ തന്റെ ഭാര്യയുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിന്ന മൊയ്തീൻ സാഹിബിന് പെട്ടെന്ന് ദേഹാസ്വസ്ഥമുണ്ടാവുകയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹവും മരണപ്പെട്ടു. തന്റെ ഭാര്യയോടൊപ്പം ആ മനുഷ്യനും പടച്ചറബിനടുക്കിലേക്ക് യാത്രയായി. അതിനുശേഷം പിന്നീട് മകൻ സാലിമാണ് ഇമാമായി നിന്നുകൊണ്ട് ആ ഉമ്മയുടെ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത്. മൊയ്തീൻ സാഹിബ് ആ പ്രദേശത്തെ വിവിധ പള്ളികളിൽ മുഅദ്ദിനായി സേവനം ചെയ്തു വന്ന മനുഷ്യനാണ്. അന്നേ ദിവസം വൈകിട്ട് 4:30 മണിയോടുകൂടി കൂട്ടിൽ മഹല്ല് ജുമാ മസ്ജിദിൽ മൊയ്തീൻ സാഹിബിന്റെ മയ്യിത്ത് നിസ്കാരവും നടന്നു. രാവിലെ തന്റെ ഭാര്യയുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിന്ന ആ മനുഷ്യന്റെ മയ്യിത്ത് നിസ്കാരം വൈകുന്നേരം നടക്കുന്നു. എന്തൊരു വിധിയാണിത്! ഇതെല്ലാം തികഞ്ഞ യുക്തിയോടുകൂടി ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന പടച്ചറബായ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്, അവന്റെ പരീക്ഷണങ്ങളാണ്. അവന്റെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ്, ഏതു രീതിയിലാണ് വന്നു ചേരുന്നത് എന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. തന്റെ ഭാര്യയുടെ മയ്യിത്ത് നിസ്കാര വേളയിൽ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു വീഴുമ്പോൾ മൊയ്തീൻ സാഹിബ് തന്റെ ഭാര്യയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ വലിയ മഹാഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ തന്നെയാണത്. വർഷങ്ങളായി ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ആ ദമ്പതികൾ ഒരുമിച്ച് ഒരേ ദിവസം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാകുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ സ്വർഗത്തിലും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ കുടുംബത്തിന്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരേ ദിവസം ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോകുന്ന ആ മക്കളുടെ അവസ്ഥ. ഉമ്മയുടെ മയ്യിത്ത് നിസ്കാര വേളയിൽ തന്റെ ഉപ്പ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് മകൻ സാലിമായിരുന്നു. തൊട്ടുമുന്നിൽ തന്റെ ഉമ്മയുടെ മയ്യിത്ത്, അതോടൊപ്പം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഉപ്പയുടെ വാർത്ത. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ആ മകൻ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമയം ആ മകനുണ്ടാകുന്ന വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദമ്പതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിലും അവർ ഒരുമിച്ചിരിക്കുന്നു. അതുപോലെ നാളെ സ്വർഗലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിപ്പിക്കട്ടെ. അവസാന യാത്രയിലും അവർ ഒരുമിച്ചിരിക്കുകയാണ്. അവരുടെ സ്നേഹവും അതുപോലെയായിരിക്കും. ഭാഗ്യം ചെയ്തവരാണ് ഈ രണ്ടുപേരും. ഒരുമിച്ച് പോകുവാനുള്ള ഭാഗ്യം നാഥൻ രണ്ടുപേർക്കും കൊടുത്തല്ലോ. അവർ രണ്ടുപേരും അത്രയ്ക്കും സ്നേഹിച്ചു ജീവിച്ചവരായിരിക്കാം. പരസ്പരം അത്രമേൽ സ്നേഹിച്ചവരായതുകൊണ്ടായിരിക്കാം ഒരേ ദിവസവും അവർ ഒരുമിച്ച് യാത്രയായത്. ജനനമാണ് മരണത്തിന് നിദാനം. ജനനം സംഭവിച്ചെങ്കിൽ മരണം ഉറപ്പാണ്. മരണത്തിന് വലിപ്പ ചെറുപ്പമോ ഉച്ചനീചത്വമോ ഇല്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ അലംഘനീയമായ ഈ വിധിക്ക് വിധേയനാണ്. ഒരു ശരീരവും മരണം രുചിക്കാതിരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പടുത്തുയർത്തപ്പെട്ട കോട്ടയ്ക്കകത്താണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പ്രഖ്യാപനം. മരണത്തിന് സ്ഥലകാല നിർണയമില്ല. താൻ എവിടെ വെച്ചു മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്നും അവധിയെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഭൗതിക ജീവിതത്തെ ഒരു സഞ്ചാരിയോട് ഉപമിച്ചതായി നമുക്ക് കാണാം. യാത്രാക്ഷീണം തീർക്കാൻ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയ സത്രമാണ് ഈ ഭൂമി. മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം പാരത്രികമാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ ഒരിടത്താവളം മാത്രമാണിത്. ഇതോടൊപ്പം ഒരു നിഷ്കളങ്കനായ ഒരു പാവ മനുഷ്യന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ഉംറയ്ക്ക് പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അന്നേ ദിവസവും ആ മനുഷ്യൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജോലി തീർത്തു കൊടുക്കാമെന്നുള്ള ആ വാക്ക് പൂർത്തീകരിക്കാൻ നിഷ്കളങ്കനായ ആ പാവ മനുഷ്യൻ അന്നും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഉംറയ്ക്ക് പോകുന്നല്ലേ? എപ്പോ പോന്നേ? ഇത് സമയം എത്രയായി? ഇപ്പോ എത്ര മണി? 2 മണിയായി. 7 മണിക്ക് ഉംറയ്ക്ക് പോകുന്നത്. ഇപ്പം പണിയെടുക്കുന്നല്ലേ ഉള്ളത്.
ആ ആ ഇല്ല ഓളെടുക്കണം. ആ 6:30 മണിയോളം എടുക്കും, അങ്ങനത്തെ വിഷയമില്ല. ആ ഉംറ 7 മണിയാകുമ്പോൾ പോയാൽ മതി. 7 മണിക്ക് ഉംറയ്ക്ക് 7 മണിക്ക് ഇറങ്ങിയാൽ മതി. അരമണിക്കൂർ മുമ്പ് പരിക്കെത്തിയാൽ മതി. ആ നെയ്ച്ച പൈസ കയ്യിൽ കൊണ്ടുപോകണം. ആ അൽഹംദുലില്ലാ. ഇത് ആദ്യത്തെ ഉംറയാ? ഒരു പാവം നിസ്സഹായനായ മനുഷ്യൻ. ആ പാവം മനുഷ്യന്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. നോക്കൂ, വൈകിട്ട് ഉംറയ്ക്ക് പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അന്നേ ദിവസവും ആ മനുഷ്യൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ആ ജോലി പൂർത്തിയാക്കാമെന്ന് വാക്കുകൊടുത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അന്ന് ആ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ കേൾക്കാതെ ജോലി പൂർത്തിയാക്കാമെന്ന് താൻ കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാൻ ആ മനുഷ്യൻ അന്നേ ദിവസവും ജോലി ചെയ്യുന്നു. എന്തൊരു മനുഷ്യനാണിത്! നമ്മളൊക്കെ കണ്ടുപഠിക്കണം ഇതുപോലെയുള്ള മനുഷ്യന്മാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ. നവംബർ 18-ാം തീയതിയുള്ള ഒരു ദൃശ്യമാണിത്. ഒരുപക്ഷെ ആ മനുഷ്യൻ ഉംറ ചെയ്ത് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉംറ സ്വീകരിക്കുമാറാകട്ടെ. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഇദ്ദേഹം മാങ്ങ വിൽപ്പനക്കാരനായിരുന്ന കുഞ്ഞമ്മുച്ച എന്നയാളുടെ മകനായിരുന്നു എന്നാണ്. ഈ കുഞ്ഞമ്മുച്ച എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ തമാശക്കാരനും കൂടിയായിരുന്നു. ഈ മനുഷ്യൻ ഒരു പ്രവാസി കൂടിയായിരുന്നു. പലപ്പോഴും ഈ ഉംറ പോകുന്ന വേളകളിൽ അന്നേ ദിവസം വീടുകളിലൊക്കെ വലിയ സൽക്കാരങ്ങളൊക്കെ നടത്താറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മനുഷ്യൻ. ഹജ്ജ്, ഉംറ ഇതൊക്കെ ഒരു അമലാണ്. അതിന് പോകാൻ വേണ്ടി തന്നെ ഒരു വിരുന്ന് തന്നെ നടത്താറുണ്ട്. ചിലരൊക്കെ ഒരു മംഗളം കഴിക്കാൻ പറ്റുന്ന അത്രയും ചെലവിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ ആരോടെന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇതിനുവേണ്ടി ബഹളം വെക്കണം? മനുഷ്യനോട് പകയും വെറുപ്പും പിണക്കവുമില്ലാതെ ജീവിച്ചാൽ ഒരാളോടും പൊരുത്തം ചോദിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെ വ്യക്തിപ്രഭാവം നിലകൊള്ളുന്നത് ധരിക്കുന്ന വേഷഭൂഷാദികളിലോ ജനിച്ചു വളർന്ന കുടുംബ മഹിമയിലോ അല്ല, മറിച്ച് ആ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളിലും പുലർത്തുന്ന സത്യസന്ധതയിലും ആത്മാർത്ഥമായ ദൈവവിശ്വാസത്തിലുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ അധ്വാനിച്ച് ജോലി ചെയ്തുണ്ടാക്കിയ പണം സ്വരൂപിച്ച് ആ മനുഷ്യൻ നിർവഹിക്കാൻ പോകുന്ന ഉംറ തീർത്ഥാടനം ഏറ്റവും മഹത്തരവും റബ്ബിന്റെ മുമ്പിൽ അങ്ങേയറ്റം സ്വീകാര്യവുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നിഷ്കളങ്കത നിറഞ്ഞ മുഖം. ഒരു മനുഷ്യന്റെ വാക്കിനാണ് വിലയെന്ന് ആ മനുഷ്യൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. അത് നാഥനോടുള്ള വാക്കാണെങ്കിലും അവന്റെ പടപ്പുകളോടുള്ള വാക്കാണെങ്കിലും കറകളഞ്ഞ ഒരു വിശ്വാസിയുടെ ലക്ഷണവും അതുതന്നെയാണ്. ആ മനുഷ്യൻ പണിയെടുത്ത വീട്ടിലും പ്രത്യേകം ബർക്കത്തുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. വിഷമം ഉള്ളിലൊതുക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും പുറത്തു വരുന്നില്ല. ഈ മനുഷ്യന്റെ പ്രവർത്തനത്തിന്, ഈ മനുഷ്യന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയ്ക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കൊടുക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. നോക്കൂ, ഹജ്ജും ഉംറയും എന്നൊക്കെ പറയുന്നത് ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ പരിഭാവനമായ പരിശുദ്ധ ഖാബയെ ഒന്ന് കൺകുളിർക്കെ കാണാൻ, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബാക്കളുടെയും പ്രവാചകന്മാരുടെയും പുണ്യമാക്കപ്പെട്ട പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിൽ ഒന്ന് ചെന്നുകൊണ്ട് അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ ഏതു മനുഷ്യനാണ് ആഗ്രഹിക്കാത്തത്? പലർക്കും ഇപ്പോഴും ആ വലിയ മഹാഭാഗ്യം ലഭിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ നമ്മളും നാളെ ആ പുണ്യമാക്കപ്പെട്ട ഭവനത്തിൽ നമ്മൾ ചെല്ലുക തന്നെ ചെയ്യും. അതിനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ ഉംറ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും വേണ്ടപ്പെട്ടവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുവാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ.